ജീവിതം മാറ്റിമറിക്കാൻ പരീക്ഷകൾക്ക് കഴിയും. അത് പഠനകാലത്തെ പരീക്ഷയാവട്ടെ, പഠനത്തിന് ശേഷമുള്ള പരീക്ഷകളാകട്ടെ, പരീക്ഷകളാണ് നമ്മളെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്ന്. പലതരം പരീക്ഷകളുണ്ട്. ചില പരീക്ഷകൾ ജോലിക്ക് വേണ്ടിയാകാം, ചിലത് ജോലി കിട്ടുന്നതിന് മുമ്പ് മികച്ച കോഴ്സുകളിൽ ചേരുന്നതിന് വേണ്ടിയാകാം. എന്തായാലും പരീക്ഷകളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ചില പരീക്ഷകൾ പ്രയാസമാണ്, ചിലത് എളുപ്പമാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഏറ്റവും നല്ല മിടുക്കരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മിടുക്കരായ യുവാക്കളെ കിട്ടുന്നതിന് വേണ്ടിയാണ് സിവിൽ സർവീസ് മുതൽ ഒരുപാട് പരീക്ഷകൾ നടത്തുന്നത്. അത് സ്ഥാപനങ്ങളാവട്ടെ, വലിയ വലിയ IIT ആവട്ടെ, IIM ആവട്ടെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ, ഏറ്റവും മെച്ചപ്പെട്ട കുട്ടികളെ അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് മത്സര പരീക്ഷകൾ. നമുക്ക് മത്സര പരീക്ഷകൾ, പ്രയാസമേറിയ കുറേ മത്സര പരീക്ഷകളെക്കുറിച്ച് നോക്കാം. പക്ഷേ ആ പ്രയാസമേറിയതാണെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ ഓവർകം ചെയ്യാമെന്നുള്ള പരീക്ഷകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമുക്ക് സുപരിചിതമായ ഒരു 10 പരീക്ഷകളെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ രാജ്യത്ത് എത്രയോ ആയിരക്കണക്കിന് പരീക്ഷകൾ ദിവസവും നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമല്ല, ഏറ്റവും നല്ല ക്രീമായിട്ടുള്ള ആൾക്കാരെ, വ്യക്തികളെ നമ്മുടെ രാജ്യത്തിനും രാജ്യത്തിലെ സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരീക്ഷകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിവിൽ സർവീസ് പരീക്ഷ തന്നെയാണ്. എന്തുകൊണ്ടാണ് സിവിൽ സർവീസ് പരീക്ഷ വളരെ ടഫാണെന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ പലതും നേരത്തെ തന്നെ അങ്ങ് വിചാരിക്കും, സിവിൽ സർവീസ് വളരെ ടഫാണ്. അതുകൊണ്ടായിരിക്കാം ഒരു 12-13 ലക്ഷം പേര് ഇതിൻ്റെ പ്രിലിമിനറി പരീക്ഷ എഴുതുകയും അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യരാവുകയും ചെയ്യും. അതിനെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത് ഇൻ്റർവ്യൂവും കഴിഞ്ഞ് ആണ് നമ്മളൊരു 1000, ഏകദേശം 1000 അല്ലെങ്കിൽ 1000 കുറച്ച് നമ്പർ കൂടി ഉള്ള സ്മാർട്ടായിട്ടുള്ള വ്യക്തികളെ സിവിൽ സർവീസ് എന്ന് നമ്മൾ പറയുന്ന 24 സർവീസ് ചേർന്ന IAS ഉണ്ട്, IPS ഉണ്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ട്, ഇന്ത്യൻ ഓഡിറ്റ് സർവീസ് ഉണ്ട്, പിന്നെ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ സർവീസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഇന്ത്യൻ റവന്യൂ സർവീസ് ഉണ്ട്. ഇങ്ങനെ 24 സർവീസിലേക്കുള്ള ഏറ്റവും മിടുക്കരെ കണ്ടുപിടിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ് UPSC നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. നമ്മൾ IAS പരീക്ഷ എന്നൊക്കെ പറയുന്നെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ, ഇതിൽ പ്രിലിമിനറിക്ക് കഴിഞ്ഞ വർഷം 13 ലക്ഷം പേരാണ് എഴുതിയത് 2023. അതേപോലെ തന്നെ അത് കിട്ടിയതോ 14,600 പേര് അതിന് യോഗ്യത നേടി എന്ന് പറഞ്ഞാൽ മെയിൻ പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടി. അപ്പം 13 ലക്ഷത്തിൽ നിന്ന് പിന്നെ 14,600 പേർക്കാണ് അതിൻ്റെ യോഗ്യത, മെയിൻ പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടുന്നത്. അതിൽ പോലും അതിൻ്റെ മാർക്ക് സ്കോറൊക്കെ വെച്ച് 2,916 പേരെയാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അതിൽ നിന്ന് എത്ര പേർക്കാണ് ഇൻ്റർവ്യൂവിന് കിട്ടിയത്? സിവിൽ സർവീസ് കിട്ടിയത് 1016 പേർക്കാണ്. മറ്റുള്ളവർക്കൊക്കെ വേറെ പല ജോലികളും കിട്ടും. പക്ഷേ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ 24 സർവീസുകളിൽ നമ്മളെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭന്മാരെ ഉപയോഗിക്കുന്ന സർവീസാണ് സിവിൽ സർവീസ്. നമുക്കറിയാം, പലപ്പോഴും കളക്ടർ ആയിട്ട് വരുന്നവർ കാണും. അത് കഴിഞ്ഞിട്ട് അവർ പലതിൻ്റെ സെക്രട്ടറി ആയിട്ടൊക്കെ പോകും, വലിയ വലിയ പോസ്റ്റുകളിൽ പോകും. യഥാർത്ഥത്തിൽ നമ്മളെ ഭരണം തന്നെ ഏകദേശം നടന്നു പോകുന്നത് ഇത്രയും ഏബിളായിട്ടുള്ള ഓഫീസേഴ്സിനെ കൊണ്ടാണ്. അപ്പോൾ സിവിൽ സർവീസ് പ്രയാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രയാസമാണെന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം, നിങ്ങൾ നന്നായിട്ട് പരിശീലനം നടത്തി കഴിഞ്ഞാൽ 22ാമത്തെ വയസ്സിലും 23ാമത്തെ വയസ്സിലുമൊക്കെ എത്രയോ പേർക്ക് സിവിൽ സർവീസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ സിവിൽ സർവീസിൽ വന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് പോലും ചിലപ്പം സിവിൽ സർവീസ് അത്രമാത്രം അവർ ആത്മവിശ്വാസത്തോടെ, കൃത്യനിഷ്ഠയോടെ, നല്ല ഇച്ഛാശക്തിയോടെ പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഏത് ടഫ് എക്സാമിനേഷനും ഈസി ആയിട്ട് നമുക്ക് വിജയിക്കാൻ കഴിയും. സിവിൽ സർവീസ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ അതിന് നേരത്തെ പറഞ്ഞ പോലെ പ്രിലിയുണ്ട്,
പിന്നീട് അതുപോലെ തന്നെ ഫൈനലുണ്ട്, പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും, നമ്മുടെ യോഗ്യത പരിശോധിക്കുന്ന ഒരു അഭിമുഖം കാണും. അതനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ UPSC നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. നമ്മളെ ക്യാമ്പസിലൊന്നും അധികം ചർച്ച ചെയ്ത് ഞാൻ കേൾക്കാറില്ല. പക്ഷേ നമ്മളെ യുവാക്കൾക്ക് ഏറ്റവും എളുപ്പം സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്, അതുപോലെ തന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഇങ്ങനെയുള്ള കീ പോസ്റ്റുകളിലൊക്കെ തന്നെ ഇരിക്കുന്നതിന് വേണ്ടി, സർവീസ് ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തെ പ്രഗത്ഭര പരീക്ഷ നടത്തി തിരഞ്ഞെടുക്കുന്നത് ഈ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ കൊണ്ടാണ്. എല്ലാ വർഷവും കൃത്യമായിട്ട് നടത്തും എന്നുള്ളതാണ്. കൃത്യമായിട്ട് നടത്തുകയും കൃത്യമായി വേക്കൻസി നേരത്തെ അനൗൺസ് ചെയ്യുകയും അതനുസരിച്ച് ചിലപ്പം അനൗൺസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ അവർ എടുക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം 8,000-ഓളം പേര് ഈ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ ആക്കി അവർ സെലക്ട് ചെയ്തെങ്കിലും ഈ വർഷം 2024 ഇപ്പോഴ് പിന്നെ 17,000-ത്തിലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിൽ ചിലപ്പം അത്രയും കാണത്തില്ല, ചിലപ്പം കമ്മിങ് ഇയേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ഇയറിൽ 15,000 20,000 ഒക്കെ പേരെടുക്കും. എന്തായാലും ഇത് നല്ല ടഫാണ്. ഇതിൽ 2 ടയർ സിസ്റ്റമാണ്. ഈ അടുത്ത കാലത്ത് 2 ടയർ സിസ്റ്റമാക്കി. ആദ്യത്തത് നമ്മുടെ പ്രിലി എന്ന് പറയുന്ന ഫസ്റ്റ് ടയർ, അത് കടക്കുന്നവർക്ക് സെക്കൻഡ് ടയറുണ്ട്. സെക്കൻഡ് ടയറിൽ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്. അത് നമ്മളെ ഓപ്ഷൻ അനുസരിച്ച്. അതിൽ സെക്കൻഡ് ടയറിൽ പാർട്ട് 1 കമ്പൽസറി ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്, ഏത് ജോലിക്കും അത് എഴുതിയാലേ പറ്റുള്ളൂ. മറ്റത് അവരുടെ ഓപ്ഷനാണ്. അതിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ UPSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന രാജ്യവ്യാപകമായുള്ള വലിയൊരു പരീക്ഷയാണ്. കഴിഞ്ഞ വർഷം 2021 7 ലക്ഷം പേരാണ് എഴുതിയത്. അപ്പോൾ ഇതുപോലെ ലക്ഷക്കണക്കിന് പേര് എഴുതി കഴിഞ്ഞാലും അതിൽ നിന്ന് എടുക്കുന്നത് ഒരു പിന്നെ സാധാരണ നിലയിൽ ഇപ്രാവശ്യമാണ് കൂടുതൽ അനൗൺസ് ചെയ്തത്. ഒരു 5,000 മുതൽ 8,000 9,000 വരെ എടുക്കും. അപ്പം വേണമെങ്കിൽ ഇത് ടഫെന്ന് പറയാതിരിക്കാൻ എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, യുവാക്കൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഗ്രാജുവേഷന് പഠിക്കുന്ന സമയത്ത് തന്നെ BTech ആവട്ടെ, BSc ആവട്ടെ, BCom ആവട്ടെ, BBA ആവട്ടെ, ഏത് ഡിഗ്രി കോഴ്സും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സുകളാവട്ടെ, അത് ആ കോഴ്സുകൾ ചെയ്യുമ്പോഴേ തന്നെ ഇതിന് ഒരു ലക്ഷ്യമിട്ട്, ഈ പരീക്ഷയ്ക്ക് ലക്ഷ്യമിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ, പരിശീലനം നടത്തി കഴിഞ്ഞാൽ, പിന്നെ ഹാർഡ് വർക്ക് നല്ല ഞാൻ പറയേണ്ടത്, സ്മാർട്ട് വർക്കായിട്ട് വളരെ സന്തോഷത്തോടെ പരിശീലിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിവിൽ സർവീസ് കിട്ടാത്തവർക്ക് വളരെ ആശ്വാസകരമായിട്ട് അതിൻ്റെ എത്രയോ ഇരട്ടി പേര് ഈ വേക്കൻസികൾ അനൗൺസ് ചെയ്ത് നമുക്ക് കേന്ദ്ര സർവീസിൽ നല്ലൊരു ഓഫീസർ പോസ്റ്റിൽ കയറാൻ പറ്റും. അതാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ, സാധാരണ ടഫ് എന്നൊക്കെ പറയുന്ന ഒരു പരീക്ഷയുണ്ട്. അത് പ്രാക്ടീസ് ചെയ്താലേ ടഫൊന്നുമല്ല. അത് JEE അഡ്വാൻസ്ഡ് ആണ്. നമുക്കറിയാം JEE മെയിൻ അഡ്വാൻസ്ഡ്. ഇത് JEE മെയിൻ പാസ്സായവർക്ക് എല്ലാം തന്നെ NIT കിട്ടും, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കിട്ടും. അത് 25-26 സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ NIT വിവിധ NIT-കളിൽ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടാനായിട്ട് JEE മെയിൻ മതി. പക്ഷേ ഇവിടെ പറയാൻ പോകുന്നത് JEE അഡ്വാൻസ് ആണ്, കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലെ പരീക്ഷ. അത് പിന്നീട് IIT-യിൽ പിന്നെ കോഴ്സുകളുടെ സിലക്ഷന് വേണ്ടി നടത്തുന്ന ഒരു നാഷണൽ വൈഡ് പരീക്ഷയാണ്. JEE അഡ്വാൻസ് കഴിഞ്ഞ JEE മിക്കവാറും ഒരു പിന്നെ എഴുതുന്ന ആൾക്കാരിൽ നിന്ന് ഒരു 2.5 ലക്ഷം പേര് അതിൽ നിന്ന് സിലക്ട് ചെയ്ത് ആണ് അഡ്വാൻസ്ഡ് പരീക്ഷ നടത്തുന്നത്. ഈ അഡ്വാൻസ് പരീക്ഷയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 10-24% പേര് പാസ്സാകും. പക്ഷേ ഏകദേശം 90,000 1 ലക്ഷം പേര് അഡ്വാൻസ്ഡ് പാസ്സായാലും അതിൽ 17,740 സീറ്റുകളാണ് നമ്മളെ IIT-കളിൽ ആകെ ഉള്ളത്. അത് പ്രത്യേകതയുള്ളത് ഈ അടുത്ത കാലത്തായിട്ട് 20% ഇതിൽ 20% വിദ്യാർത്ഥികളെ സൂപ്പർ ന്യൂമറി സിലക്ഷൻ, അതായത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചേക്കാണ്. ഈ അടുത്ത കാലത്താണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു തുടക്കം, എന്തായാലും നല്ല തുടക്കമാണ്. കാരണം ഒരുപാട് പേര് സ്കോർ വരുന്നെങ്കിലും
ഈ JEE അഡ്വാൻസ് സ്കോർ വരുന്നെങ്കിലും പെൺകുട്ടികൾ സെലക്ട് ചെയ്യാനുള്ള ഒരു മടിയുണ്ട്. അവരെയും കൂടെ ഈ കൂടുതൽ ആൾക്കാരെ എൻജിനീയറിങ്ങിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ 20% സൂപ്പർ ന്യൂമറി ഈ വേക്കൻസീസ് അവർക്ക് പഠിക്കാനാണ് IIT-യിലേക്ക് പിന്നീട് അവരെ സെലക്ട് ചെയ്യാനായിട്ടുള്ള തീരുമാനം. എന്തായാലും തീർച്ചയായിട്ടും ഒരു 3301 പേര് കഴിഞ്ഞ 2023 പെൺകുട്ടികൾ ചേർന്നിട്ടുണ്ട്. 17,740 IIT വിദ്യാർത്ഥികളെ എടുക്കുന്നതിൽ ഇത്രയും പേര് ഗേൾസാണ്. അതൊരു നല്ല ലക്ഷണമാണ്. കാരണം 20% ഗേൾസിനെ കൊണ്ട് നിറയും. ഇനിയിപ്പം അത് എന്തായാലും IIT-യിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും മികച്ച എൻജിനീയേഴ്സാകും. ഏറ്റവും മികച്ച എൻജിനീയേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏത് കോഴ്സിനും പോകത്തക്ക കാലിബറുള്ള ആൾക്കാരെ നമ്മളെ വിവിധ 23 IIT-കളിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. നമുക്കറിയാം പാലക്കാട് കേരളത്തിലെ IIT പാലക്കാട് IIT ഉണ്ട്. അതുപോലെ തന്നെ ഡൽഹി IIT, അങ്ങനെ IIT 23 IIT-യിലുള്ള അഡ്മിഷന് വേണ്ടി നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷ JEE അഡ്വാൻസ്ഡ് ആണ്. അത് ടഫാണെന്ന് വെച്ചാൽ ടഫാണ്. പക്ഷേ നല്ല മിടുക്കർക്ക് പഠിച്ചു വരുന്ന പരിശീലനം നടത്തി വരുന്ന മിടുക്കർക്ക് ആ പരീക്ഷ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ടഫ് എന്ന് പറയുന്നതെല്ലാം പരിശീലനം കൊണ്ട് ഈസിയാക്കി ഓവർകം ചെയ്യാൻ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കഴിയും. ഈ അടുത്ത കാലത്ത് വാർത്തയിൽ ഒരുപാട് നിറഞ്ഞു നിന്ന ഒരു പരീക്ഷയാണ് NEET UG പരീക്ഷ. അപ്പം അത് മെഡിക്കൽ എൻട്രൻസ് എന്നാണ് അതിനെ സാധാരണ പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു പരീക്ഷയാണ് NEET എൻട്രൻസ്. കാരണം ഏകദേശം 1,10,000 സീറ്റിന് വേണ്ടി 23,33,000-ഓളം പേര് പരീക്ഷ എഴുതി കഴിഞ്ഞു. അപ്പം അതിൻ്റെ അഡ്മിഷൻ നടപടികളൊക്കെ നടക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും പേര് ഇതിൻ്റെ മെഡിക്കൽ ആസ്പിറൻ്റ് ആണ് എഴുതുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നമുക്ക് ആകെ 1,10,000 സീറ്റുകളേ ഉള്ളൂ. 706 മെഡിക്കൽ കോളേജിലായിട്ട് 386 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ 320 പിന്നെ 220 പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലായിട്ടാണ് 1,10,000 സീറ്റുകൾ. ഇതിന് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഒക്കെ ഉൾപ്പെടും. ഈ സീറ്റിന് വേണ്ടിയാണ് ഇത്രയും പേര് പരീക്ഷ എഴുതുന്നത്. എത്ര പേരാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പോൾ നമുക്ക് വിജയ ശതമാനം നോക്കുമ്പോൾ അത് വളരെ ചെറുതാണ്. അത് ടഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും മിടുക്കരായ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷ ടഫായി പോകുന്നത്. പക്ഷേ പരിശീലനം കൊണ്ട് നമുക്ക് ഒരു വർഷവും അല്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് തന്നെ അതിന് വേണ്ടിയാണ്, അത് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇപ്പം തന്നെ 620, 630 മാർക്കുള്ളവർക്ക് പോലും പിന്നെ കിട്ടാൻ ആശങ്കയുണ്ടാകുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോഴത്തെ കാലം. കാരണം ഒരുപാട് മിടുക്കർക്ക് നല്ല മാർക്കുണ്ട്. അപ്പം നല്ല മാർക്കുള്ളവർ ഉള്ളത് കൊണ്ട് തന്നെ അത് അവർക്ക് എന്ത് എളുപ്പമായിരിക്കും. അപ്പം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ NEET ഓവർകം ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും NEET-ൽ അനുസരിച്ച് നമ്മൾ MBBS 4.5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഹൗസ് നഴ്സിംഗ് കഴിഞ്ഞാൽ ഇവരെല്ലാം മെഡിക്കൽ ഡോക്ടറായിട്ട് തിളങ്ങും. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറാകാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്നവർക്ക് PGക്ക് പോകാം. അവർക്ക് ലോകത്ത് മുഴുവനും ഈ മെഡിക്കൽ വിദഗ്ധരാവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മളെ ജീവിതം മാറി മറിയുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് NEET UG. അടുത്ത പ്രധാനപ്പെട്ട പരീക്ഷ നാഷണൽ വൈഡായിട്ട് നടക്കുന്ന CAT എന്നുള്ള പരീക്ഷയാണ്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ഇത് IIM-ൽ 21 IIM-ലേക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ്. ഇത് പിന്നീട് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ പഠിക്കുന്നവർക്ക് എല്ലാം നേരത്തെ പറഞ്ഞ പഠിക്കുന്നവർക്കൊക്കെ എളുപ്പമാണ്. ഇതിൽ പിന്നെ റീസണിങ് പവർ നോക്കും, റീസണിങ് എബിലിറ്റി നോക്കും, അതുപോലെ തന്നെ വെർബൽ എബിലിറ്റി, റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം കൂടെ ചോദിച്ചുകൊണ്ട് ഉള്ള പരീക്ഷയാണ്. നല്ലൊരു പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും പോകണ്ട, ഗ്രാജുവേറ്റുകൾക്ക് തന്നെ ഒരുപാട് പേർക്ക് ഈ അടുത്ത കാലത്തായിട്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് കൂടുതലും IIM-ൽ സ്കോർ ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കൊമേഴ്സുകാർക്കും LLB-കാർക്കും സയൻസുകാർക്കും എല്ലാം തന്നെ ഈ CAT സ്കോർ ചെയ്യാം. CAT-ൽ 7,700 സീറ്റാണ് CAT അനുസരിച്ച് വിവിധ 21 IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഉള്ളത്. ഈ മാനേജ്മെൻറ്റിൽ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ഒരുപാട് സീറ്റുകളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് IIM-ൽ പോലും പിന്നീട് 525 സീറ്റുണ്ട്.
ഇത് MBA ആണെന്ന് നമ്മൾ പറയുന്നെങ്കിലും എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലത്തും ഇടക്കാലത്ത് PGDM ആയിരുന്നു, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് 2 ഇയർ പ്രോഗ്രാമാണ്. ഇപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ആക്കിയിട്ടുണ്ട് പലതും. എങ്കിലും പൊതുവേ നമ്മൾ MBA എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് IIM-ലെ MBAക്ക് ഇത്രയും പ്രത്യേകത, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റിന് എത്ര പ്രത്യേകത? എല്ലാവർക്കും പ്ലേസ്മെൻറ്റാണ്. പലരും പുതിയ എൻ്റർപ്രണർഷിപ്പിലോട്ട് പോകും. അങ്ങനെ ഒരു സ്വന്തം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള താല്പര്യമുള്ളവർ അവിടെ നിന്ന് പാസ് ഔട്ട് ആവുന്നുണ്ട്. അല്ലാത്തവർക്കെല്ലാം നല്ല പാക്കേജാണ്. 30, 40, 50 ലക്ഷത്തിനടുത്ത് പാക്കേജ് കിട്ടുന്ന, ഇയർലി പാക്കേജ് കിട്ടുന്ന, പിന്നീട് പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി ഉള്ള സ്ഥാപനങ്ങളാണ്. അതിൽ പിന്നെ മുംബൈ IIM-ൽ 550 സീറ്റുണ്ട്, ബാംഗ്ലൂർ 462 സീറ്റുണ്ട്, ലക്നൗ 436 ഉണ്ട്, അഹമ്മദാബാദിൽ 398 സീറ്റുണ്ട്, കൽക്കട്ട IIM-ൽ 462 സീറ്റുണ്ട്. അങ്ങനെ പിന്നെ ഒരുപാട് IIM ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട IIM-ൽ മാത്രം കൂടുതൽ സീറ്റുള്ള സ്ഥലത്ത് പറഞ്ഞതാണ്. ഇനി ഇത് IIM-ൽ മാത്രമല്ല, ഭോപ്പാലിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ പിന്നെ നർസിമഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഒരുപാട് ക്വാളിറ്റിയുള്ള IIM-ലും കൂടെ ക്യാറ്റ് സ്കോർ അനുസരിച്ച് അഡ്മിഷൻ എടുക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഈ 7700 സീറ്റിന് പുറമേ കുറേ സീറ്റുകൾ കൂടി പ്രധാനപ്പെട്ട സ്കൂൾ എന്ന് പറയുന്ന ബിസിനസ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്ററിൽ MBA-ക്കാവട്ടെ അതല്ല PGDM-നാവട്ടെ അവർ ക്യാറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. ക്യാറ്റിൻ്റെ സ്കോർ അനുസരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ജീവിതം മാറി മറിയാൻ ഒരു ക്യാറ്റ് സ്കോർ ചെയ്ത് IIM-ൽ പോകുന്നവർക്ക് ജീവിതം മാറി മറിയും. അതൊരു മാനേജ്മെൻറ്റ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു മേഖലയാണ്. ഏത് ഡിഗ്രിക്കാർക്കും അത് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് ഗേറ്റ് എന്നുള്ള എൻട്രൻസാണ്. അപ്പം സാധാരണ നമ്മൾ കേൾക്കുന്നത് എൻജിനീയറിംഗുകാരോട് BTech കഴിഞ്ഞാൽ ഇനി ഗേറ്റ് എഴുതുന്നില്ലേ, MTech-ന് പോകാമെന്ന് ചോദിക്കും. ഗേറ്റ് പിന്നെ MTech-ന് മാത്രമല്ല, MA കോഴ്സ്, അതുപോലെ തന്നെ ചില പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 29ഓളം സബ്ജക്റ്റിൽ ഗേറ്റ് പരീക്ഷ നടത്തുന്നുണ്ട്. അത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എൻജിനീയറിംഗ് എന്നാണെങ്കിൽ തന്നെയും കെമിസ്ട്രിക്കാർക്ക്, ഫിസിക്സുകാർക്ക് ഒക്കെ തന്നെ പരീക്ഷ എഴുതാം, അഗ്രികൾച്ചറുകാർക്കൊക്കെ പരീക്ഷ എഴുതാം. എല്ലാത്തിനും വിവിധ പിന്നെ നമ്പർ ഓഫ് സീറ്റ്സ് ആയിരിക്കും. എന്തായാലും ഏറ്റവും കൂടുതൽ MTech-ന് തന്നെയാണ്. MTech പിന്നെ IIT-ലെ MTech, അതുപോലെ തന്നെ ഈ NIT-ലെ MTech. ഇനി പിന്നെ ഗേറ്റ് അനുസരിച്ച് നമ്മൾ CET-ൽ പോലും കുട്ടികൾ എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് CET-ലും കുട്ടികൾ എടുക്കാറുണ്ട്. ഗേറ്റിൽ പിന്നെ ഇൻ്റഗ്രേറ്റഡ് PhD-ക്ക് പോലും ചില സ്ഥാപനങ്ങളിൽ ഗേറ്റ് അനുസരിച്ച് അഡ്മിഷൻ കൊടുക്കും. 6,70,000 പേരാണ് 2023 ഗേറ്റ് പരീക്ഷ എഴുതിയത്. അതിൽ വളരെ പിന്നെ നമുക്ക് ഒരു 12,400 പേർക്കാണ് MTech പല സ്ഥലത്തായിട്ട് പിന്നെ കിട്ടുന്നത്. പക്ഷേ ഗേറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ചില സർവീസിൽ ഇപ്പം ISRO-യിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില കമ്പനികളെല്ലാം ഗേറ്റ് സ്കോർ അനുസരിച്ച് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതിന് ഗേറ്റ് സ്കോർ ഒരു മാനദണ്ഡമാക്കി മാറ്റാറുണ്ട്. കാരണം അത്രമാത്രം ഇവർ ഷാർപ്പായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ BITS പിലാനി, VIT, ശാസ്ത്ര യൂണിവേഴ്സിറ്റി, PST കോളേജ് കോയമ്പത്തൂരുള്ള പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ, അതുപോലെ തന്നെ വിശ്വേശ്വരയ്യ യൂണിവേഴ്സിറ്റി കർണാടക, ഇവരൊക്കെ സ്ഥാപനങ്ങളിൽ MTech-ന് ഗേറ്റ് സ്കോർ കൂടി പരിഗണിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ്. വളരെ കുറച്ച് പേരെ ജയിക്കുന്നുള്ളൂ. ഒരു 18-20% പേരാണ് സ്കോർ വരുന്നത്. പക്ഷേ ഈ പരീക്ഷ ഗേറ്റ് ഒരു മികച്ച പരീക്ഷയാണ്, മിടുക്കന്മാരെ കണ്ടെത്താനുള്ള പരീക്ഷയാണ്. ഇവരെയും ജീവിതം മാറി മറിയും. അതുകൊണ്ട് ടഫസ്റ്റ് എക്സാമിനേഷൻ ആണെങ്കിലും ഇത് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിരിക്കും തീർച്ചയായിട്ടും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ എൻട്രൻസ് ഉണ്ട്. IIT-യിലൊരു ഡിസൈൻ എൻട്രൻസ് ഉണ്ട്, UCD. അതല്ല ഇവിടെ പറയാൻ പോകുന്നത്. NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. നേരത്തെ അഹമ്മദാബാദിൽ മാത്രം ഉണ്ടായിരിക്കുകയും ഇപ്പോഴ് പല സ്ഥലത്തും ഹരിയാനയിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, അതുപോലെ തന്നെ ആസാമിൽ ഒക്കെ തന്നെ ഇതിൻ്റെ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിസൈനിൽ വളരെ മികച്ച ഡിസൈനാണ്. ഫിലിം ആൻഡ് വീഡിയോ ഡിസൈൻ, IT ഇൻ്റഗ്രേറ്റഡ് ഡിസൈൻ, ടെക്സ്റ്റൈൽ ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈൻ, ഇങ്ങനെയുള്ള അനിമേഷൻ ആൻഡ് ഫിലിം ഡിസൈൻ, ഇങ്ങനെയുള്ള ഡിസൈനുകൾ എടുക്കാനായിട്ട് ഈ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട്
ഡിസൈൻ ആസ്പിറൻസ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ +2 +1 +2 പഠിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ +2കാർക്ക് സംഭവിക്കുന്നത് NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ടെസ്റ്റ് നേരത്തെ തന്നെ അനൗൺസ് ചെയ്യും. ഇപ്പോൾ ആഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് 2025 അഡ്മിഷന് ഇപ്പോഴും തന്നെ അത് അപ്ലൈ ചെയ്യാനുള്ള സമയം ആയിരിക്കണം ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡിസംബറൊക്കെ ആകുമ്പോൾ സാധാരണ നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിസൈൻ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ അപ്പോഴും കഴിയത്തില്ല. അപ്പോഴത്തേക്ക് അവരുടെ ഫസ്റ്റ് പരീക്ഷ തന്നെ ഡിസംബറൊക്കെ ആകുമ്പോൾ കഴിയും. അവർ ഫൈനൽ പരീക്ഷയും കൂടെ കഴിഞ്ഞ് മാർച്ചിന് മുമ്പ് തന്നെ അവർ അടുത്ത ഓരോ വർഷത്തെയും അഡ്മിഷന് കുട്ടികളെ അവർ സെലക്ട് ചെയ്തിരിക്കും. 425 സീറ്റ്സാണ് എല്ലാ NIDയിലും കൂടെ ഉള്ളത്. എല്ലാ NIDയിലും PG ഇല്ല. പക്ഷേ ഇത് UG കുറിച്ചാണ് പറയുന്നത്. അഹമ്മദാബാദ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹരിയാന, മധ്യപ്രദേശ്, തെലങ്കാന, ആസാം, ഇത്രയും സ്ഥലത്താണ് ഈ ക്യാമ്പസ് ഉള്ളത്. ഏറ്റവും നല്ല ഡിസൈൻ കോഴ്സസ്, ഏറ്റവും നല്ല ഫാക്കൽറ്റി, ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഇവർക്കെല്ലാം തന്നെ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികൾ NIDയിൽ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ലോകത്ത് എവിടെ പോകണമെങ്കിലും ഇതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകാം. ഇവർക്ക് നല്ല ഡിസൈനേഴ്സായിട്ട് തിളങ്ങുകയും ചെയ്യാം ജീവിതത്തിൽ. അപ്പോൾ NID ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇവിടെ പഠിക്കാൻ ഒരവസരം ഇതുമൂലം ഉണ്ടാകും. നമ്മൾ പ്രതിരോധ സേനയിൽ, ആർമിയിൽ, നേവിയിൽ, എയർഫോഴ്സിൽ, അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലൊക്കെ ഏറ്റവും നല്ല ഓഫീസറെ കണ്ടെത്താനുള്ള ഒരു പരീക്ഷയാണ് എടുത്തത്. NDA പരീക്ഷയെന്ന് നമ്മൾ പറയുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ പരീക്ഷയാണ്. ഇത് നല്ല ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ് പവറും അതുപോലെ തന്നെ മാത്തമെറ്റിക്കൽ എബിലിറ്റിയും ഒക്കെ ഉള്ള വെർബൽ എബിലിറ്റിയും ലാംഗ്വേജും ഒക്കെ ഉള്ളവർക്കാണ് ഇത് കിട്ടുന്നത്. ഇൻ്റർവ്യൂ ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് എഴുതാനായിട്ട് 6 ലക്ഷത്തോളം പേര് എല്ലാ വർഷവും ഉണ്ട്. 5-6 ലക്ഷം പേര് എഴുതും. പക്ഷേ ഇതിൽ സ്ക്രീൻ ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് 395 പേരെയാണ് എടുക്കുന്നത്. ഇതിൽ ഏറ്റവും സന്തോഷമുള്ള വാർത്ത, ഈ കഴിഞ്ഞ വർഷം 2023 35 ഗേൾസ് കൂടി നമ്മളെ ഈ ഇന്ത്യൻ പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റായ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, അതുപോലെ തന്നെ എയർഫോഴ്സിലൊക്കെ ഏറ്റവും നല്ല ഓഫീസറായിട്ടാണ് കയറുന്നത്. അവർ ഒരു 10 വർഷം കഴിയുമ്പോൾ ഏറ്റവും നല്ല പ്രൊമോഷനൊക്കെ കിട്ടി ഏറ്റവും നല്ല പോസ്റ്റിലെത്തും. കയറുമ്പോഴേ തന്നെ NDAയിൽ പഠിക്കുകയും NDA ഡിഫൻസ് അക്കാഡമിയിൽ പഠിക്കുകയും അവർ ഈ സൈന്യത്തിലെ ഏറ്റവും നല്ല ഉത്തരവാദിത്തമുള്ള ചുമതല ഏൽക്കുകയും ചെയ്യും. ഇതൊരു വളരെ നല്ല പരിശീലനം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കുട്ടികളുടെ ആഗ്രഹം പോലെ നമ്മുടെ പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റിൽ, സൈന്യത്തിൽ ഈ നല്ല ഓഫീസർ പോസ്റ്റായിട്ട് എത്താൻ കഴിയും. പെൺകുട്ടികൾക്കും ഇതുപോലെ തിളങ്ങാൻ കഴിയുന്ന ഒരു മേഖലയാണ്. ഈ അടുത്ത കാലത്തായിട്ടാണ് പെൺകുട്ടികളെ കൂടി ഈ നമ്മളെ സൈനിക സ്കൂൾ ഉൾപ്പെടെ പരിഗണിച്ചത്. NDA വഴിയും പെൺകുട്ടികൾ കയറുന്നുണ്ടെന്നുള്ളത് ഒരു ആശ്വാസമാണ്. ഇനി നമുക്ക് നിയമം പഠിക്കാനായിട്ട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ തന്നെ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ എഴുതുന്നുണ്ട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ. നമുക്ക് 24 നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLB കോഴ്സ്, അപ്പോൾ ആ കോഴ്സിന് വേണ്ടി ഒരു എൻട്രൻസ് നടത്തുന്നുണ്ട്. ലക്ഷങ്ങളൊന്നും സാധാരണ എഴുതാറില്ല. ഏകദേശം 51,000 പേരാണ്, കുറച്ച് കൂടെ അധികമുണ്ട്, 51,000 പേരാണ് കഴിഞ്ഞ 2023 പരീക്ഷ എഴുതിയത്. പക്ഷേ അവിടെ ആകെ ഉള്ള സീറ്റ് 3,243 ഇത് 24 നാഷണൽ ലോ യൂണിവേഴ്സിറ്റി. നമുക്ക് കൊച്ചിയിൽ ന്യൂവാൽസ് ഉണ്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂരുണ്ട്, തമിഴ്നാട്ടിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഉണ്ട്, മിക്ക സ്ഥലങ്ങളിലും ഹൈദരാബാദിലുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഈ നാഷണൽ ലെവൽ എൻട്രൻസ് വെറുതെ അങ്ങോട്ട് പോയി എഴുതിയാൽ കിട്ടത്തില്ല. അതും ടഫ് തന്നെയാണ്. പക്ഷേ പഠിച്ച് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇച്ഛാശക്തിയോടെ പഠിച്ച് പരിശീലനം നടത്തി എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല പോസ്റ്റിൽ എത്താൻ കഴിയും. പലർക്കും പ്ലേസ്മെൻറ്റ് പോലും കിട്ടും. നമുക്ക് ഈ അഡ്വക്കേറ്റായിട്ട് വാദിക്കുന്ന ഒരു ജോലി മാത്രമല്ല, അല്ലാതെ ലീഗൽ അഡ്വൈസറായിട്ടും ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ തന്നെ കൺസൾട്ടൻ്റായിട്ടും ഒക്കെ തന്നെ ലീഗൽ കൺസൾട്ടൻ്റായിട്ടും ലീഗൽ അഡ്വൈസേഴ്സായിട്ടൊക്കെ തന്നെ കോർപ്പറേറ്റ്സൊക്കെ ഇവിടെ നിന്ന് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് നിയമ കോഴ്സിന് ക്ലാറ്റ് എൻട്രൻസ് പ്രധാനപ്പെട്ടതാണ്. ഇത്
തീർച്ചയായിട്ടും ഇതിൽ ഇംഗ്ലീഷുണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, അതുപോലെ തന്നെ റീസെൻ്റായിട്ട് കിട്ടിയ അവാർഡ് ഫങ്ഷൻസ്, ഇൻ്റർനാഷണൽ സമ്മിറ്റ്സ്, പൊതുവെ ഒരു GKയും ഇംഗ്ലീഷും തന്നെ വേണം. ഒരുപാട് സയൻസ് ഒന്നും ഒരിക്കലും അത് ചോദിക്കാൻ സാധ്യതയില്ല. ഇത്രയൊക്കെയാണ്. ലാംഗ്വേജ് ആവശ്യത്തിന് അറിഞ്ഞിരിക്കണം. ഇതിനും പരിശീലനം കിട്ടും തീർച്ചയായിട്ടും. ഈ പഠിത്തത്തോടൊപ്പം പരിശീലനം നടത്തി ആദ്യ ചാൻസിൽ തന്നെ ഇവിടെ ഈ 24 നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ മെഡിക്കുകൾക്കും മിടുക്കന്മാർക്കും അഡ്മിഷൻ എടുത്ത് ജീവിതം മാറ്റിമറിക്കുക. ഇനി മറ്റൊരു പരീക്ഷ അല്പം വ്യത്യസ്തമായൊരു പരീക്ഷയാണ്. വിദേശത്ത് പോയി MBBS, പലപ്പോഴും പല രാജ്യങ്ങളിലും MD ആണത്. MBBS കഴിഞ്ഞിട്ട് അവിടുത്തെ ആ സർട്ടിഫിക്കറ്റുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ടി നമ്മുടെ പിന്നെ സർക്കാർ നടത്തുന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് നടത്തുന്ന FMGE എന്നുള്ളൊരു പരീക്ഷയാണ്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷനാണ്. അവരുടെ ഒരു പിന്നീട് എലിജിബിലിറ്റി നിശ്ചയിക്കാനുള്ള ഒരു പരീക്ഷയാണ്. 300 ചോദ്യങ്ങൾ 2.5 മണിക്കൂർ കൊണ്ട് ആൻസർ ചെയ്ത് അതിൽ 150 മാർക്ക് കിട്ടുന്നവരെല്ലാം തന്നെ FMGE സ്ക്വാഡ് ലിസ്റ്റിൽ വരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു 20%, 21% ഒക്കെയാണ് ഈ അടുത്ത കാലത്തായിട്ട് വിജയിക്കുന്നത്. ഒരു 3-4 വർഷത്തിന് മുമ്പ് അത് 10, 15, 12% ഒക്കെ ആയിരുന്നു. അത് ടഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല പിന്നീട് മെഡിക്കൽ ഇൻസൈറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അത് കടന്നുകൂടാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഒരു 20% പേര് ഇപ്പം ജയിച്ചു വരുന്നുള്ളത് ആശ്വാസമാണ്. ഇപ്പം പിന്നീട് ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും കൂടുതൽ FMGE സ്കോർ വന്നിട്ടുണ്ട് എന്നുള്ളതൊരു ആശ്വാസമാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും 78-79% പേർക്ക് അത് കിട്ടാതെ വരുന്നു എന്നുള്ളതാണ്. നല്ലൊരു പഠിച്ചെഴുതണം. അതുപോലെ തന്നെ വിദേശത്ത് MBBS എടുത്തവർക്ക് വേണ്ടിയുള്ള MBBSന് തുല്യമായ MD ആണ് പല സ്ഥലത്തും. നമ്മൾ സാധാരണ പോകുന്ന സ്ഥലത്തെല്ലാം തന്നെ MD ആണ്. പക്ഷേ ഇവിടെ വന്നൊരു തുല്യതാ പരീക്ഷ, അതാണ് FMGE എന്ന് പറയുന്നത്. ഇപ്പോഴും FMGE ആണ് പരീക്ഷയുടെ പേര് നെക്സ്റ്റ് എന്നുള്ള മാറ്റിയിട്ടില്ല. ഇതിനും ഇത്തിരി കട്ടിയാണ്. മെഡിക്കൽ സബ്ജക്ട്സ് ആണ് ചോദിക്കുന്നത്, കട്ടിയാണ്. പക്ഷേ അത് പരിശീലനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. 36,000-37,000 പേര് ഒരു വർഷം 2 പരീക്ഷയാണ് നടത്തുന്നത്. അത്രയും പേര് എഴുതുമ്പോഴും ഏകദേശം 7,000-7,500 പേരൊക്കെയാണ് അതിൽ ജയിക്കുന്നത്. എന്തായാലും ഇത്രയും ശതമാനം ജയിക്കുന്നുള്ളൂ. ഒരു 20% ഇപ്പോൾ ജയിച്ചു വരുന്നത്. FMGE ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ്. പക്ഷേ അത് വിദേശത്ത് MBBS എടുത്തിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആവാനുള്ള പരീക്ഷയാണ്. അതും അത്ര എളുപ്പമല്ല. പഠിക്കുന്നവർക്ക് ഇതെല്ലാ പരീക്ഷയും എളുപ്പമാണ്. അപ്പോൾ താങ്ക് യു.